ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ വേണു രേവതിയോടും അനാമിയോടും പറഞ്ഞു, എത്ര രൂപ വെറുതെ അവര് കളയണമെന്നറിയാവോ ഈ ഹണ്ടുപുരിക്കാര്. നമ്മൾ അങ്ങനെയൊന്നും ചോദിച്ചൊന്നുമില്ലല്ലോ, നമുക്ക് അവകാശപ്പെട്ട കിട്ടണം എന്നല്ല പറയണേ. എന്താണ് കോമ്പൻസേഷൻ കിട്ടാതെ ഈ ഡിവോഴ്സ് കൊടുക്കണ്ട മോളെ? അതില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫുട്ബോൾ പ്രവചന മത്സരം എന്നും പറഞ്ഞോണ്ട് അതിനു വേണ്ടി തന്നെ അവർ കുറെ പൈസ ചെലവാക്കുന്നുണ്ട്. എന്നിട്ടാണ് എന്റെ മോൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചങ്ങോട്ട് നടക്കട്ടെ, കോടതി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഒരു 10 പ്രാവശ്യമായി കഴിയുമ്പോ അവര് കോമ്പൻസേഷൻ തനിയെ തന്നോളൂ, എങ്കിൽ നമുക്ക് ഇറങ്ങാൻ മോളെന്ന് പറഞ്ഞു. അങ്ങനെ അനാമിയെയും കൂട്ടി വേണു ഇറങ്ങുവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കനയ്ക്കും ഗോവിന്ദനും. കാരണം എങ്ങനെയാ ഏതാന്നും അറിയത്തില്ല നന്ദുവിന്റെ നവീന്റെ കാര്യം. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ ഇന്നല്ലേ അനി ഈ ഡിവോഴ്സും കേസും കാര്യങ്ങളൊക്കെ കോടതി നടക്കുന്നേ. അതെ, അവന് ഡിവോഴ്സ് കിട്ടുമോ? അല്ല, നവീൻ മോനെ ബാധിക്കുന്നേ മിക്കവാറും ചിലപ്പോ കിട്ടുമായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അതറിയത്തില്ല, അതിന്റെ പേരിൽ ഇനി അവനെ കുറ്റപ്പെടുത്തുമോന്നും അറിയത്തില്ല. അല്ല കനകെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ അനിയും അതുപോലെ നവീനും ഇടയ്ക്ക് കണ്ടുമുട്ടുന്ന അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല. അതെന്താ? ഇനിയിപ്പൊ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം ഉഴപ്പി പോകുമെന്ന് എനിക്കൊരു ഭയമുണ്ട്. കാനൊക്കെ പറഞ്ഞു, അത് ശരിയാ ഗോവിന്ദേട്ടാ. എങ്ങാനും ഇനിയിപ്പോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കോ? അങ്ങനെ പറയാൻ വഴിയൊന്നുമില്ല. അല്ല, നന്ദുവിനെ പെണ്ണാലോചിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ, അനിയോട് തന്നെ അല്ല ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞേ. അത് ശരിയാ, പക്ഷെ എങ്കില് അവര് തമ്മിൽ ഇങ്ങനെ അടിക്കടി കാണുന്ന ഒട്ടും ശരിയാന്ന് എനിക്ക് തോന്നില്ല. അത് ചിലപ്പോ നന്ദുവിന് ദോഷം ചെയ്യുമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ അങ്ങോട്ടേക്ക് വരുന്നേ. ആഹാ, ഇതാരും നവീൻ മോനോ? എന്താ കോടതിയിലേക്ക് പോയില്ലേ? പോകുന്നതിന് മുമ്പ് നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. എന്തിയെ നന്ദു? എന്തിയെ? അകത്തുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞു. അല്ല മോനെ, മോന് സുഖമുള്ളോ അല്ലേ? എനിക്ക് സുഖം ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു. എന്താ നവീനേട്ടാ? അതെ, ഞാൻ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ഇന്നലെ അനിയുടെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ കോടതി നടക്കുന്നേ. നന്ദുവിന് ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാൻ പറ്റുമോ? ലീവോ? അതെ. അല്ല, എനിക്ക് നല്ല സംശയമുണ്ട് ഇന്ന് അവന് ഡിവോഴ്സ് കിട്ടുമോന്ന്. കോടതി നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്ദുവിന് അറിയുകയും ചെയ്യാലോ. നന്ദുവിന്റെ ഫ്രണ്ടല്ലേ, നമ്മുടെ രണ്ടുപേരുടെ ഫ്രണ്ടാ. അപ്പൊ അവന്റെ ആ മനസ്സിന്റെ ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് നന്ദുവും കൂടെ വരുമോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു കനകയും ഗോവിന്ദനെയൊക്കെ നോക്കുവാണ്. അപ്പോഴേക്കും കനക പറഞ്ഞു, മോളെ എങ്കിൽ പിന്നെ നവീനോടൊപ്പം ചെല്ലാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും നന്ദു റെഡിയാവാനായിട്ട് അകത്തേക്ക് പോവാണ്. നവീൻ പറഞ്ഞു, കോടതിയിൽ എന്താണെങ്കിലും എനിക്ക് അവന് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കണം. അനാമയിൽ നിന്ന് ഒരു മോചനം കിട്ടണ്ടേ അവനും നന്ദുവിനെന്ന് ചോദിച്ചു. പെട്ടെന്ന് കനകയും ഗോവിന്ദൻ സംശയത്തോടെ നോക്കണം. കാരണം നന്ദുവിനെന്ന് പറഞ്ഞപ്പം അവർക്ക് അതെന്താ എങ്ങനെയാന്ന് പിടികിട്ടിയില്ല. പിന്നീട് കനക ചോദിച്ചു, അല്ല മോനെ, മോന്റെ വീട്ടില് അമ്മയോടൊക്കെ ഈ കാര്യത്തെ കൂടെ സംസാരിച്ചോ? ഇല്ല ആന്റി, സംസാരിക്കണം. പിന്നെ ഈ പെട്ടെന്ന് അങ്ങനെ എടിപടിയും നിർത്തിയാടി പറയണ്ടല്ലോ എന്ന് കരുതിട്ടാ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അല്ല, ഇന്ന് അവന് ഡിവോഴ്സ് കിട്ടുമായിരിക്കോ? അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ആന്റി. എന്താണെങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിച്ചു, അല്ല മോന്റെ നന്ദുവിന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് അനി എന്ത് പറഞ്ഞു? അതാ എനിക്ക് മനസ്സിലാകത്തെ. അവനൊന്നും ഇതായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞില്ലേ? അതെ, സാധാരണഗതിയിൽ എന്തേലും മറുപടി പറയണ്ട. ഞങ്ങളുടെ കല്യാണക്കാര് പറഞ്ഞിട്ട് അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഏതാന്നറിയത്തില്ല. എന്താണെങ്കിലും അവന് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. എന്റെ കൂട്ടുകാരനല്ലേ, അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഏത് വിധേനാണെങ്കിലും അവനെ സഹായിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് കോടതിയിലേക്ക് അനാമികയും വേണുവും കൂടെ വന്ന് ജോർജ് വക്കീലിനെ കാണുവാണ്. അപ്പോഴേക്കും ജോർജ് വക്കീൽ പറഞ്ഞു, നിങ്ങൾ 2 കൂട്ടർക്കും ഡിവോഴ്സ് വേണം, നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ അയാളുടെ ആവശ്യമെന്നാ പറയുള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും ഡിവോഴ്സിന് സമ്മതിക്കരുത് എന്ന് പറയണ കാരണം ഇപ്പം നിങ്ങൾക്ക് സമ്മതമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡിവോഴ്സ് നടക്കും. കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ അത് അയാളുടെ ആവശ്യമാണെന്നുള്ള രീതി വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതങ്ങനെയൊക്കെ ഉള്ളു സാറേ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, വലിയൊരു തുകയാണ് നിങ്ങൾ കോമ്പൻസേഷൻ ആയിട്ട് ചോദിക്കുന്നത്. എന്റെ സാറേ, അത്രയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചത് പോലും. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഇന്ന്
ഈ പറയുന്ന അവന് ഡിവോഴ്സ് വാങ്ങി കൊടുക്കുക നവീൻ വക്കീലെന്ന് അതൊന്നും പറയാൻ പറ്റില്ല. ഈ നവീൻ വക്കീലിന് നന്ദു സൈവായിട്ട് കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട ജോർജ് വക്കീൽ പറഞ്ഞു, ഇവന്മാരുടെയൊക്കെ മനസ്സിൽ എന്താ എങ്ങനെയാന്നൊക്കെ ആര് കണ്ടു വീണു, അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് അനി അങ്ങോട്ടേക്ക് ബൈക്കിന് വന്നിറങ്ങുന്നത്. അനിയെ കണ്ടു കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, ദേ ജോർജ് വക്കീൽ ഒരു കേസ് ഡിവോഴ്സ് കേസുമായിട്ട് വന്നിരിക്കുക. അത് കേട്ടപ്പോ അനി ചോദിച്ചു, ഇപ്പൊ കൊട്ടയ്ക്കകത്താണോ കേസ് എന്ന് ചോദിച്ചു. അത് ജോർജ് വക്കീൽ നല്ലൊരു നാണക്കേടായി. അപ്പോഴേക്കും ജോർജ് വക്കീൽ പറഞ്ഞു, എടാ കൊച്ചനെ, നമുക്കിത് കോടതിക്ക് വെളി വെച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ. അതുകൊണ്ട് കുറച്ച് കോമ്പൻസേഷൻ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാം. അല്ലാതെ നീ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, വക്കീൽ സാറേ, അതിനായിരുന്നെങ്കിൽ എനിക്കത് പണ്ടേ ആകായിരുന്നു. 10 പൈസ പോലും കൊടുക്കത്തില്ല. പിന്നെ ഇവളെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞതാ. ഒരു പേപ്പർ മാത്രം മതി എനിക്ക്, അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു, എടാ മോനെ, കോമ്പൻസേഷൻ കിട്ടാതെ എന്താണെങ്കിലും നിനക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല. ശരി, നമുക്ക് കാണാം എങ്ങനെ എന്താന്നൊക്കെ. കോടതി ഉണ്ടല്ലോ, അതിനുള്ള കോടതി. പിന്നെ കോടതിയിൽ അതിന് നിനക്ക് അനുകൂലമായിട്ടൊരു മറുപടി കിട്ടിയിട്ടുണ്ടേ. അല്ല ഇപ്പം ഇങ്ങനെ പേപ്പറും കാര്യങ്ങളൊന്നും കാണുന്നില്ലെന്ന് ചോദിച്ചു. അതെന്താ? അല്ല കോടതി ഇപ്പം ഒരാളുടെ ഭാഗം മാത്രമൊന്നും അല്ല കാണുന്നത്. ഇപ്പം പുരുഷന്മാർക്കും പ്രത്യേക ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും അനാമിക പറഞ്ഞു, എന്റെ അച്ഛ ഈ വിവരദോഷിയോട് എന്തിനാ സംസാരിക്കുന്നേ, അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. എടി വിവരദോഷി നിന്റെ അച്ഛനാ, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിക്കണ സമയത്ത് ഒരു കാറും കൊണ്ട് വന്നിരിക്കുന്നേ. കാറിനകത്തുനിന്ന് നവീനും നന്ദും കൂടെ ഇറങ്ങുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ വേണുവിന് ഭയങ്കര സന്തോഷമായി. വേണു പറഞ്ഞു, ദേ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സന്തോഷമായത്. അല്ല എനിക്കറിയത്തില്ലണ്ടിരിക്കോ, നിങ്ങളിൽ ആരാ അവളെ കല്യാണം കഴിക്കാനായിട്ട് പോന്നേ? നീ പ്രേമിക്കുന്ന പെണ്ണല്ലേ അവനോടൊപ്പം വരുന്നേ? അല്ല നീ കല്യാണം കഴിക്കോ അതോ അവൻ കല്യാണം കഴിക്കോ അവളെ? ഒരു കാര്യം ചെയ്യ വക്കീലെ, നമുക്കകത്തേക്ക് കയറിപ്പാം. ഇവര് തമ്മിലൊരു തീരുമാനം എടുക്കട്ടെ, ഇവരിൽ ആരാ അവളെ കല്യാണം കഴിക്കണേന്ന് തീരുമാനമൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അനാമികയും വേണുവൊക്കെ ഒരുമാതിരി അനി ഒരു കളിയാക്കി ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നവീനെയും നന്ദുവിനെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ അനി ചോദിച്ചു, അല്ല ഇവളെ എവിടുന്ന് കിട്ടി? അതോ ഞാൻ ഇവളെ പോയി വിളിച്ചോണ്ട് വന്നതാ. നിന്റെ കേസല്ലേടാ കോടതി നടക്കുന്നേ, അപ്പൊ ഇവളും കാണണ്ടേ, നമ്മുടെ ഫ്രണ്ട് അല്ലേ, അപ്പൊ ഇവളും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞു. നന്ദുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിക്കും. അനി നന്ദുവിനെ നോക്കണം. കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് അവര് കോടതിയിലേക്ക് കയറി പോവാ. കോടതി കൂടാനുള്ള സമയമായി. അനിയുടെ നന്ദുവിനെ കേസ് വിളിച്ചു. ആദ്യം അനാമയെ കയറ്റി നിർത്തി വിസ്തരിക്കുവാണ് ജോർജ് വക്കീൽ. അങ്ങനെ അനാമയോട് കാര്യങ്ങളൊക്കെ തിരക്കുക, അനിയെ എങ്ങനെയാ പരിചയപ്പെട്ടതെന്നൊക്കെ. അതെ, അനിയുടെ കവിത കണ്ടിട്ടാണ് ഞാൻ അനിയെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു. പിന്നീട് അത് പ്രണയമായിട്ട് വളർന്നു. ഒടുവിൽ അത് വിവാഹത്തിൽ കൊണ്ട് കലാശിച്ചെന്ന് പറഞ്ഞു. ഓ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ പ്രണയമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോയല്ലേ? അതെ, പിന്നീട് ഞങ്ങള് തമ്മിൽ ഒരു നല്ല ജീവിതം ആയിരുന്നില്ല ഉണ്ടായിരുന്നേ. എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇനിയിപ്പൊ അനിയോടൊപ്പം ജീവിക്കാനായിട്ടാണോ താല്പര്യം? എനിക്ക് അനിയനോടൊപ്പം ജീവിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർ എന്നെ ടോർച്ചർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അല്ല അപ്പൊ അനാമിയുടെ ഇനിയുള്ള തീരുമാനം എന്താ? അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. കുറെ കാലം അനിയനോടൊപ്പം മാസങ്ങൾ ഞാൻ അവിടെ ജീവിച്ചു, എന്റെ ജീവിതം തീർത്ത. ഇപ്പൊ തന്നെ ആണെങ്കിലും എന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചതിന്റെ പേരിൽ എന്റെ അച്ഛന് കുറെ കടങ്ങളുണ്ട്, ലക്ഷങ്ങളുടെ കടങ്ങളൊക്കെ ഉണ്ട്. അല്ല ഇതിനു ശേഷം അനാമയ്ക്ക് വേറൊരു വിവാഹം കഴിക്കാനാണോ എന്ന് ചോദിച്ചു. അതൊരിക്കലും ഇല്ല. അങ്ങനെ ഒരു വിവാഹത്തെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എന്റെ അച്ഛന് കുറെ കടങ്ങളൊക്കെ ഉണ്ട് എന്റെ കല്യാണത്തിന്റെ പേരിൽ, അതൊക്കെ എനിക്ക് വീട്ടണമെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി കള്ളങ്ങൾ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഒടുവിലെ ജോർജ് വക്കീൽ പറഞ്ഞു, കേട്ടില്ലേ എന്റെ കക്ഷിക്ക് അവരുടെ കുടുംബത്തിന് എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായെന്ന്. ചെറുപ്പക്കാരായ ആണുങ്ങൾ കല്യാണം കഴിക്കും, അച്ഛനമ്മമാരുള്ള എല്ലാം വിറ്റുപെറുക്കി അവർക്ക് വേണ്ടുന്ന ശ്രീധരം കാര്യങ്ങളും എല്ലാം കൊടുക്കും. എന്നിട്ട് ഒടുവിലോ ഇതുപോലെ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഒന്നും അല്ലാതായിപ്പോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണ്ടതാണ്. പക്ഷേങ്കിൽ നല്ലൊരു തുകയെങ്കിലും കോമ്പൻസേഷൻ കിട്ടാതെ ഇതിനകത്തുനിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം അവർക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തണ്ടേ? ഈ കല്യാണത്തിന്റെ പേരില് അവർക്ക് എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായെന്നറിയാവോ? ഇനി അതെല്ലാം കൂടെ
അച്ഛനും ആളും എങ്ങനെ വീട്ടണം എന്നറിയത്തില്ലാതിരിക്കുക. കടക്കണിയില അവര് പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊന്ന് രക്ഷിക്കണം, എന്റെ കക്ഷിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജോർജ് വക്കീല് കോടതിയിൽ വാദിക്കുന്നത്. അങ്ങനെ അനാമികയുടെ വിസ്താരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനിയെ വിളിച്ച് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ്. അതിനുശേഷം ജോർജ് വക്കീൽ ചോദിച്ചു, അല്ല അനി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അല്ല വേറെ വിവാഹം കഴിക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടോന്ന് ചോദിച്ചു. അത് മനഃപൂർവ്വം ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ കക്ഷിയായ അനാമികയെ നിങ്ങൾ ഒഴിവാക്കിയത്? നല്ല സുന്ദരി സുമുഖിയുമായ നല്ലൊരു പെൺകുട്ടിയായിരുന്നു അനാമിക. എന്നിട്ട് അവളെ എന്തിനാ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത്? അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ഹനി പറഞ്ഞു, അവള് എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്. അവളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലേ? എന്നിട്ടോ സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അവളെ വേണ്ടെന്ന് തോന്നിയില്ലേ? അവള് ജീവിതത്തിലേക്ക് വന്നപ്പോ പ്രശ്നങ്ങളാണെന്ന് തോന്നിയല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അനി പറഞ്ഞു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൾ ഒരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞു കോടതിക്ക്. അപ്പോഴേക്കും ജോർജ് വക്കീൽ പറഞ്ഞു, അതെ അവളുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് അവളുടെ അച്ഛനും ഈ ബന്ധത്തിന് സമ്മതിച്ചതന്നെ. അങ്ങനെയാണ് ഇവരുടെ കല്യാണം നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ? ആ പെങ്കൊച്ചിന് ഇവന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അത് പോയത്, ആ വീട്ടിൽ നിന്ന് തന്നെ പോയത്. അല്ല അതിനാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒഴിവായി പോകാൻ താല്പര്യമാണ്. ഈ അനിയെ പോലുള്ള ഒരാളുടെ കുടുംബത്തിന് വേണമെങ്കിൽ ഇഷ്ടം പോലെ പൈസ അവർക്ക് കൊടുക്കാവുന്നുള്ള ഉള്ളൂ. കാരണം അവരാവശ്യപ്പെടുന്ന തുക വേണമെങ്കിൽ കൊടുക്കാം. കാരണം മറ്റൊന്നുമല്ല, അനിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. പക്ഷെ അനാമികയുടെ അച്ഛനാണെങ്കിൽ ഈ കല്യാണം നടത്താൻ വേണ്ടി ലക്ഷങ്ങൾ കടം മേടിച്ച് കടക്കണി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർക്കാണ് ഒരു രൂപ പോലും ചെലവില്ലാതെ അവളെ നൈസായിട്ട് ഒഴിവാക്കി വരണം. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിലും എന്റെ കക്ഷി ഒഴിവായി പോകാൻ തയ്യാറാ. പക്ഷെ അവർക്ക് അവരുടേതായ നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിനകത്ത് ഇടപെട്ട് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജോർജ് വക്കീൽ നന്നായിട്ട് അങ്ങോട്ട് വാദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല സങ്കടവും ദേഷ്യം വന്നു. കാരണം കള്ളത്തരം തന്നെയാണ് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കില് നവീൻ ഇതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജോർജ് വക്കീലിന്റെ വിസ്താരം കാര്യങ്ങളും തീരുവാണ്. പിന്നീട് നവീൻ വക്കീലിന്റെ ഊഴായിരുന്നു. അങ്ങനെ അനാമികയെ പ്രതിക്കൂട്ടി വിളിച്ച് കയറ്റി നിർത്തി വിസ്തരിക്കുകയാണ്. വിസ്തരിക്കുന്ന സമയത്ത് നവീൻ വക്കീൽ ചോദിച്ചു, അല്ല ഇതിനു മുമ്പ് എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലേ? എന്നിട്ട് കോടതിയിൽ ആ കേസ് പരാജയപ്പെട്ടല്ലേന്ന് ചോദിച്ചു. അനാമയ്ക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അനാമയൊന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നവീൻ വക്കീൽ ആ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ അന്ന് അത് പരാജയപ്പെട്ടു പോവുക ചെയ്തേ. അതിന്റെ കാര്യകരണ സഹിതമൊക്കെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ല അനാമികയുടെ കല്യാണം നല്ല ആർഭാടമായിട്ടല്ലേ നടന്നേ? അതെ ആർഭാടമായിട്ടാണ് നടന്നേ. അതിനു വേണ്ടിയിട്ട് അനാമികയുടെ അച്ഛൻ കുറെ പണം കടം മേടിച്ചിട്ടുണ്ടെന്നല്ല പറഞ്ഞ പലരിൽ നിന്നും. അല്ല ഇതിനു മുമ്പ് അനാമികയുടെ അച്ഛൻ ആരിൽ നിന്നും പണമൊന്നും കടം വാങ്ങിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാമിക പെട്ടുപോയി. അനാമികയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അല്ല അനാമികയുടെ അച്ഛന് വലിയ കാറും വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷെ അതെല്ലാം കടത്തിന്റെ പുറത്ത് മേടിച്ചതായിരുന്നു. അനന്തപുരയിലേക്ക് കയറ്റി വിടാൻ വേണ്ടി മാത്രമല്ല, ഇതിനു മുമ്പും ലക്ഷങ്ങൾ കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചില സ്വാർത്ഥ താല്പര്യത്തോട് കൂടിയിട്ടാണ് ആ വീട്ടിലേക്ക് അനാമികയെ പറഞ്ഞു വിട്ടത് പോലും അയാളുടെ അച്ഛന്. പക്ഷേ എങ്കില് അനാമികയുടെ വക്കീല് പറയണേ ഈ കല്യാണം കാരണമാണ് അനാമികയുടെ അച്ഛന് ഇത്ര നഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. അത് എന്റെ കക്ഷി തരണമെന്നോ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതെ അത് വേണമെന്ന് പറഞ്ഞു. പിന്നീട് നവീൻ വക്കീല് പറഞ്ഞു, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും അനാമിക നോർമൽ ആയിരുന്നെന്നായിരുന്നു പറഞ്ഞിരുന്നേ. പക്ഷെ പല സന്ദർഭങ്ങളിലും ആനിയെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തിരുന്നേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അത് പിന്നെ ചില സാഹചര്യങ്ങളിൽ അനിയേട്ടൻ എന്നെ സ്നേഹിക്കാത്തോണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നെന്ന് പറഞ്ഞു. സ്നേഹിക്കാത്തോണ്ട് അല്ല, ഇതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ കോടതി തെളിയിച്ചിട്ടുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് അനാമികയ്ക്ക് ഒരുത്തനുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നു, അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ. അല്ല അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. അല്ല വിവാഹത്തിന് ശേഷം ഏതെങ്കിലും പയ്യന്മാരുമായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ അനാമികയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നവീന്. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. എങ്കിൽ പിന്നെ ഈ സ്റ്റെബിൻ ആരാന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പത്തിനും അനാമിക ഒന്ന് പകച്ചു. അനാമിക ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നില്ല അങ്ങനെ ഒരു ചോദ്യം. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.